ഇന്ന് ഞാൻ ഒരു ദിവസം മുഴുവൻ എന്റെ വീട്ടിൽ ഞാനൊരു വേലക്കാരനായിട്ട് ജോലി ചെയ്യാൻ പോവാണ്. എങ്ങനെ ഈ ഒരു ചലഞ്ച് ഞാൻ അവസാനിപ്പിച്ചു നോക്കാം. അങ്ങനെ എല്ലാ പണിക്കാരനെയും പോലെ 8 മണി കഴിഞ്ഞതും ഞാനും നേരെ പണിക്ക് കയറി. അങ്ങനെ ഇന്ന് ഞാൻ ആദ്യം ചെയ്ത പണി എന്ന് പറയുന്നത് എന്റെ ഈ ഒരു കുളിമുറി മൊത്തം വൃത്തിയാക്കിയതായിരുന്നു. ഈ പണി എത്രയും ഉണ്ട്, ഒരു 10-15 മിനിറ്റിൽ തീരുമല്ലോ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ കുളിമുറിന്റെ മുക്കും മൂലയൊക്കെ വൃത്തിയാക്കി വരുമ്പോഴേക്കും സമയം ഏകദേശം 1 മണിക്കൂറിനടുത്ത് പോയി. അങ്ങനെ കുളിമുറിയും വൃത്തിയാക്കി ഇറങ്ങുമ്പോഴാണ് അടുത്ത പണി ഞാൻ കണ്ടത്. ഗ്യാസ് വണ്ടിക്കാരൻ പുതിയ ഗ്യാസ് കുറ്റിനെ മുറ്റത്ത് വെച്ചിട്ട് പോയിരിക്കുന്നു. പിന്നെ എന്തായാലും ഇതുപോലെ വെയിറ്റുള്ള പണികളൊക്കെ ഞാൻ തന്നെ ഇവിടെ ചെയ്യണമെന്നായതുകൊണ്ട് ഞാൻ ആ ഗ്യാസ് കുറ്റിനെ എടുത്ത് നേരെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോഴേക്കും 10 മണിക്കുള്ള ചായ കുടിക്കാൻ സമയമായി. പക്ഷെ ഞാനിന്ന് വേലക്കാരനായതുകൊണ്ട് 10 മണിക്കുള്ള ഭക്ഷണം ഞാൻ കഴിച്ചത് വെളിയിലിരുന്നിട്ടാണ്. അത് കഴിഞ്ഞ് അമ്മ എന്റെ കയ്യിൽ കുറെ ദിവസമായിട്ട് ചെയ്യാൻ പറയുന്ന ഒരു പണിയാണ് ഈ ഒരു കിണറിന്റെ വെളിയിലുള്ള പാസാറുകളൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാൻ. അതുകൊണ്ട് എന്തായാലും ഇന്ന് അത് ചെയ്തു തീർക്കാന്ന് വിചാരിച്ച് ഞാൻ നേരെ സോപ്പും ചകിരിയൊക്കെ എടുത്ത് കിണർ വൃത്തിയാക്കാൻ തുടങ്ങി. പക്ഷെ എത്ര ബലത്തിൽ ഉരച്ചിട്ട് ഒരു പരിധിക്ക് മേലെ കിണർ വൃത്തിയാവണേ ഇല്ല. അതുകൊണ്ട് കുറെ നേരം ഉരച്ച് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എന്റെ ഈ കിണറിന് ഇതുപോലെ വൃത്തിയാക്കി എടുത്തു. അതിനുശേഷം വീട് പണിക്ക് വേണ്ടി അടുക്കി വെച്ചതാണ് ഇത്രയും സിമന്റ് കട്ടകൾ. പക്ഷെ ഇപ്പോഴും അടുക്കി വെക്കാത്ത കുറച്ച് സിമന്റ് കട്ടകൾ ഇതുപോലെ ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കട്ടകളൊക്കെ അടുക്കി വെക്കാനുള്ള പണിയും ഞാൻ തന്നെ ഇന്ന് ഏറ്റെടുത്ത് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് സമയം ഇപ്പൊ ഉച്ചയായി. അതുകൊണ്ട് ഞാനിപ്പോ ഉച്ചയ്ക്കുള്ള ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞ് ഈ ഒരു വെയിലൊന്ന് ആറണത് വരെ കുറച്ചു നേരം ഇതുപോലെ കിടന്ന് റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് വെയിലൊന്ന് മാറിയതും അമ്മ കുറെ വിറകുകളും എടുത്തിട്ട് വന്നിട്ട് പറയാണ്, എന്തായാലും നീ ഇന്ന് പണികളൊക്കെ ചെയ്യല്ലേ, എന്നാ പിന്നെ ഈ വിറകുകളും കൂടെ ഒന്ന് മുറിച്ചു താത്ര. പിന്നെ എന്തായാലും ഞാൻ നീ ചലഞ്ച് എടുത്തുകൊണ്ട് മാത്രം ഒന്നും പറയാണ്ട് വിറകുകളൊക്കെ മുറിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനിപ്പോ അമ്മ പറഞ്ഞ വിറക് പണിയും ചെയ്തു കഴിഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇനി പണികളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അച്ഛൻ പണിമാറി വന്നിട്ട് പറയണത്, കടയ്ക്ക് പോയി കറി വെക്കാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് മാത്രം. അതുകൊണ്ട് വേഗം ഞാൻ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം വീട്ടിലേക്ക് വന്ന് ഇത്ര നേരം പണി ചെയ്തതിനുള്ള കൂലി ഞാൻ അമ്മന്റെ ചോദിച്ചു. അതുകൊണ്ട് അമ്മ എനിക്ക് കൂലിയായിട്ട് ഒരു 100 രൂപ കയ്യിൽ തന്നു. അങ്ങനെ ഇപ്പൊ കൂലി കിട്ടിയ സന്തോഷത്തിൽ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.